ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കും. എന്റെ ദൈവമേ, ഞാനിപ്പോ ചത്തുപോവും. മിത്ര, ആ എന്താ സർ? എന്താണ് ഇന്നത്തെ ഷെഡ്യൂൾസ്? സർ, ഇന്ന് 10:30 മീറ്റിംഗ് ഉണ്ട്. 2 o'clock ഒരു സൈറ്റ് വിസിറ്റിംഗ് ഉണ്ട്. പിന്നെ ഇന്നത്തെ ഷെഡ്യൂൾസ് എത്രയേ ഉള്ളൂ? അല്ല സർ, 7 o'clock പാർട്ട്ണർഷിപ്പിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഓ, അത് ഞാൻ മറന്നുപോയി. എനിക്കെന്തായാലും അതിന് പോകാനും വയ്യ. അത് ഡാഡി പോയിക്കോളൂ. സർ, അത് ഇപ്പത്തെ CEO പോവാനാണ് പറഞ്ഞിട്ടുണ്ട്. താൻ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. മനസ്സിലായോ? കം ഓൺ, ഫോളോ മീ. എന്റെ പൊന്നെ, ഇയാളുടെ കൂടെ നടന്നെത്താനെങ്കിൽ ഞാൻ ഓടേണ്ട വരുമല്ലോ. ഒന്ന് പതുക്കെ പോവാ, അതൊന്നും അല്ല. ഹലോ കണ്ണ, നീ 7 മണിയാകുമ്പോഴത്തേന് വരുമില്ലേ? ഞാനും അമ്മയപ്പോഴത്തേന് റെഡി ആയിരിക്കാം. ഡാഡ്, ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി ഡാഡിനെ വിളിക്കാനിരിക്കായിരുന്നു. അപ്പോഴാ ഡാഡിനെ വിളിച്ചത്. അത് പിന്നെ ഞാൻ വരില്ല ഡാഡ്. നിങ്ങൾ രണ്ടുപേരും പൊക്കോ, എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്ക്സ് ഉണ്ട്. അതൊന്നും പറഞ്ഞ പറ്റില്ല കണ്ണ. നീയാണ് ഇപ്പോഴത്തെ കെഎൻ ഗ്രൂപ്പിന്റെ CEO. അതുകൊണ്ട് നീ വേണം പുതിയ പാർട്ട്നേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. അതുകൊണ്ട് നീ വന്നേ പറ്റൂ. ഡാഡ് എന്തിനാ വാശി പിടിക്കുന്നതിന്? ഡാഡ് CEO ആയിരുന്നപ്പോഴുള്ള പാർട്ട്ണർഷിപ്പ് അല്ലേ ഇത്? അതിന് ഡാഡ് മോമോ പോയാൽ മതി, ഞാൻ വരില്ല. കണ്ണ, ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. 7 മണിന്നൊരു സമയമുണ്ടെങ്കിൽ നീ ഇവിടെ വീട്ടിലെത്തിയിരിക്കണം. ഓക്കെ? ഡാഡ്, ഞാൻ പറഞ്ഞ കേക്ക്. ഡാഡ്, ഹലോ ഹലോ, ഡാം ഇറ്റ്. മിത്ര, എന്താ സർ? 7 o'clock പാർട്ട്നേഴ്സിന്റെ പാർട്ടി വെച്ചിരുന്നില്ലേ? അത് നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. താനും ഉണ്ടാവണം. ഓക്കെ സർ, ഞാൻ വരാം. തനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സേ ഉള്ളൂ? എന്താ സാർ, ഇങ്ങനത്തെ ഡ്രസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഇങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ അധികം പെൺകുട്ടികളും പാർട്ടി വെയർസ് ആണ് യൂസ് ചെയ്യാറ്. തനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോന്ന് അതാ ചോദിച്ചത്. സാർ, ഞാൻ ഇങ്ങനത്തെ പാർട്ടികളിലൊന്നും പങ്കെടുത്തിട്ടില്ല. അങ്ങനത്തെ പാർട്ടി വെയർസ് ഒന്നും എൻ്റെ ഇല്ല സാർ. പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചുരിദാറും പിന്നെ കുറച്ച് സാരീസും, അത് മാത്രമേ ഉള്ളൂ. ക്യാഷിന്റെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു. അത് ഓർത്ത് താൻ വരയിടാവണ്ട. താഴെ റിസപ്ഷനിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോകുന്നതിന് മുമ്പ് അനുവിനെ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ? എന്നാ താൻ പൊക്കോ. എന്നാ താൻ ഒരു കാര്യം ചെയ്തോ, ആഫ്റ്റർനൂൺ ലീവ് എടുത്തോ. ഞാൻ അനുവിനോട് പറഞ്ഞോളാം. പിന്നെ തനിക്ക് സൂട്ടായിട്ടുള്ളത് മാത്രമായിട്ടുള്ള ഡ്രസ്സ് എടുത്താൽ മതി. എന്നാ പിന്നെ ശരി. അത് പിന്നെ സാർ, ഞാൻ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? തന്നോട് ചെല്ലാനല്ലേ പറഞ്ഞത്? അരുൺ സാർ, കാശി സാർ പറഞ്ഞില്ലായിരുന്നോ ആഫ്റ്റർനൂൺ ലീവ് എടുക്കാൻ പറഞ്ഞിരുന്നു? മിത്ര, സാറിനോട് എല്ലാം പറഞ്ഞു. താനെന്നാ ആഫ്റ്റർനൂൺ ലീവ് എടുത്തു. ഇതാ ക്യാഷ്. എന്നാ ശരി സാർ. ശരി. ഹലോ എടി. ഹലോ, ആടി പറ. നീ എവിടെയുള്ളോ? ഞാനിവിടെ ഒരു കോഫി ഷോപ്പിലാണുള്ളത്. അവിടെ എന്താ പരിപാടി? വീട്ടിലെന്തും ബോറടിച്ചപ്പോ എനിക്ക് വിശന്നു. അപ്പൊ പിന്നെ ഒരു ചായയും പപ്സും കഴിക്കാന്ന് കരുതി വന്നതാ. തീറ്റ തീറ്റ തീറ്റ, വെറും തീറ്റനെ വിചാരിയുള്ളൂ. ഞാനെന്ത് ചെയ്യാനാ? എനക്ക് വിശന്നു, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നു. നീ ഇപ്പൊ എവിടെയുള്ളത്? എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും നിന്നെ കാണണല്ലോ. അതെന്താടി? അല്ല, നീ ഇപ്പൊ എന്താ വിളിക്കുന്നത്? ഇപ്പൊ നിനക്ക് ഓഫീസ് ടൈം അല്ലേ? അത് പിന്നെ എന്നോട് ഹാഫ് ഡേ ലീവ് എടുത്തോളാൻ കാശി സാർ പറഞ്ഞു. ആ കഴിവ് സമ്മതിച്ചോ? അതൊക്കെ ഞാൻ നിന്നോട് വിശദമായിട്ട് പറയാം. ആദ്യം നീ ലെതർ സിൽക്സിലേക്ക് വാ. എടി, അപ്പൊ എന്റെ ചായയും പപ്സും? ഓ, ഇവളുടെ ഒരു ചായ 10 മിനിറ്റ് ഞാൻ തരും. അതിനുള്ളിൽ നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് നിന്റെ അവസാനിക്കുന്നു.
ആ ഓക്കെ, ഞാൻ വരാം. അയ്യോ പാവന്റെ പപ്സ്, ഇത് കഴിച്ചു പോയതോ. അല്ലെങ്കിൽ എന്റെ എവിടെ തല്ലിക്കൊന്ന ഞാൻ അവിടെ കിടക്കും. എവിടെ കിടക്കുമായിരുന്നേ പട്ടി നീ? എടി ഞാനെന്ത് ചെയ്യാനാ, വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു. സത്യം പറയടി, നീ പപ്സ് കയറ്റിക്കൊണ്ടിരിക്കുന്നില്ലേടി? അയ്യോ സത്യമായിട്ടല്ലേ മിത്ര, ഞാൻ ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ. അപ്പാടെ ഞാൻ വരികയും ചെയ്തു. നീ എന്നെ നമ്പലയാ? നിന്നെ നമ്പിയാ ഞാൻ ഇങ്ങനെ ആയത്. സംസാരിച്ചിരിക്കാൻ സമയമില്ല, ബാ നമുക്കൊരു ഡ്രസ്സ് എടുക്കാം. നിക്കടി, എന്താ കാര്യം പറ. അയ്യേ ഇതിനായിരുന്നാ? എന്നാ പിന്നെ ഈ അഞ്ഞാമ നിനക്ക് നല്ല ഡ്രസ് നോക്കി എടുത്തുതരാലോ. വാ ഇന്നാ ഈ ഡ്രസ് ഇതാ, ഈ ഡ്രസ് ഇട്ടോക്കിയേ. എങ്ങനെയുണ്ട്? ഇതത്ര പോരാ. എങ്ങനെയുണ്ട്? അയ്യോ രസമില്ല, വേണ്ട മാറ്റി ഇതാ ഇതിട്ടോക്ക്. ഇല്ല വേണ്ട മാറ്റി ഇതാ ഇതിട്ടോക്ക്. ആ ഈ ഡ്രസ് സൂപ്പറാ, ഒന്നുണ്ട് കാണാൻ. എടി എനിക്ക് ഈ ഡ്രസ് അടിച്ചെന്തോ ഒരു ഇതാവുന്നില്ല. മര്യാദക്ക് ഇതിട്ടോളണം. വാ നമുക്കൊരു ഹീൽസ് സെലക്ട് ചെയ്യാം. അവിടെ എത്ര പേര് വരുന്നതാ?